പർവ്വതനിരകളിൽ ജമ്മുകാശ്മീരിലെ ത്രികൂട പർവ്വതത്തിൽ ദുർഗയുടെ ഒരു രൂപമായി കുടികൊള്ളുന്ന മാതാ വൈഷ്ണോദേവി ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരുടെ ആത്മീയ കേന്ദ്രമാണ്. പുരാണങ്ങൾ, ഐതിഹ്യങ്ങൾ, ചരിത്രം എന്നിവയുടെ ഒരു സമ്മിശ്രണം ഈ പുണ്യസ്ഥലത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ആത്മീയ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഈ ഗുഹയിലേക്കുള്ള തീർത്ഥാടനം ഓരോ ഭക്തനും ഒരു ജീവിതാനുഭവമാണ്. പുരാണ ഗ്രന്ഥങ്ങളായ വരാഹ മഹാപുരാണം, ലക്ഷ്മി നാരായണ സംഹിത എന്നിവയിൽ ദേവിയെ വിഷ്ണുപ്രിയ അഥവാ വിഷ്ണുവിന്റെ പ്രിയപ്പെട്ടവളെന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതിൽ അവർക്കുള്ള നിർണായക പങ്കിനെ സൂചിപ്പിക്കുന്നു. വൈഷ്ണോദേവി ആരാണ് ഈ ദേവി? ഹിന്ദു വിശ്വാസമനുസരിച്ച് വൈഷ്ണോദേവി മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി എന്നീ 3 ദേവിമാരുടെ ശക്തികളുടെ ഏകീകൃത രൂപമാണ്. ഭക്തർക്ക് ഈ ദേവി മാതാറാണി, ത്രികുടാംബ, വൈഷ്ണവി എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഈ ദേവിയെ മഹാവിഷ്ണുവിന്റെ ശക്തിയുടെയും രൂപമായിട്ടാണ് ഭക്തർ കാണുന്നത്. പുരാണങ്ങളിൽ ദേവി ഒരു അവിവാഹിത രൂപമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. യഥാർത്ഥത്തിൽ വൈഷ്ണോദേവി ത്രിശക്തികളുടെ ഒരു സംയുക്ത അവതാരമാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിലെ പ്രധാന ഗുഹയിൽ 3 പിണ്ടികളുടെ രൂപത്തിൽ ദേവിയെ ആരാധിക്കുന്നത്. വൈഷ്ണോദേവി ക്ഷേത്രത്തിന്റെ പഴക്കം 1 ദശലക്ഷം വർഷത്തോളം വരുമെന്നാണ് ഗുഹയെക്കുറിച്ചുള്ള ഭൗമശാസ്ത്രപരമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഋഗ്വേദത്തിൽ പോലും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ത്രികൂടമലയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇത് ഈ പുണ്യസ്ഥലത്തിന്റെ പ്രാചീനതയെ എടുത്തു കാണിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് വൈഷ്ണോദേവിയുടെ യഥാർത്ഥ വാസസ്ഥലം കത്രയ്ക്കും ഗുഹയ്ക്കുമിടയിലുള്ള അർദ്ധകുമാരി എന്ന സ്ഥലത്തായിരുന്നു. അവിടെ വെച്ച് തന്ത്രികനായ ഭൈരവ്നാഥിന്റെ ദുഷ്ചിന്തകളിൽ നിന്ന് രക്ഷ നേടാൻ ദേവി 9 മാസം തപസ് ചെയ്തു. ഈ സമയം ഹനുമാൻ ദേവിക്ക് കാവലായി നിന്നു. ഇത് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയുന്ന 9 മാസത്തെ ജീവിതത്തെ പ്രതീകാത്മകമായി ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് ദേവിക്ക് സ്വപ്നദർശനം ലഭിച്ച പണ്ഡിറ്റ് ശ്രീധറാണ് ഗുഹ കണ്ടെത്തിയതെന്നാണ് വിശ്വാസം. ശ്രീധരന് ദർശനം നൽകിയ ദേവി ത്രികൂട പർവ്വതനിരകളിലെ ഗുഹയിൽ തന്നെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. വഴിതെറ്റിപ്പോകുമ്പോൾ സ്വപ്നത്തിലെ ദൃശ്യം വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ഒടുവിൽ അദ്ദേഹം ഗുഹയിലെത്തുകയും ചെയ്തു. അവിടെ 3 തലകളുള്ള ഒരു ശിലാരൂപം അദ്ദേഹം കണ്ടു. അത് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ദേവിമാരുടെ പ്രതിരൂപങ്ങളാണെന്ന് പിന്നീട് വൈഷ്ണോദേവി അദ്ദേഹത്തിന് വെളിപ്പെടുത്തി. ഈ ശിലാരൂപങ്ങളാണ് ഇന്ന് ഭക്തർ പൂജിക്കുന്ന ഹോളി പിണ്ടീസ് എന്നറിയപ്പെടുന്ന 3 പ്രതിഷ്ഠകൾ. മഹാഭാരതത്തിലും വൈഷ്ണോദേവി ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ടു മുൻപ് വിജയം നേടുന്നതിനായി അർജുനൻ ശ്രീകൃഷ്ണന്റെ ഉപദേശമനുസരിച്ച് ദുർഗാദേവിയെ ആരാധിച്ചു. അർജുനന്റെ ഭക്തിയിൽ സന്തുഷ്ടയായ മാതാ ദുർഗ വൈഷ്ണോദേവിയുടെ രൂപത്തിൽ അദ്ദേഹത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ കൂടിക്കാഴ്ച നടന്നത് ജംബു, അതായത് ഇന്നത്തെ ജമ്മു മലനിരകളിലാണെന്ന് പറയപ്പെടുന്നു. ഈ സംഭവത്തിന് നന്ദി സൂചകമായി പാണ്ഡവർ ആദ്യമായി കോൽക്കണ്ടോലിയിലും ഭവനിലും ക്ഷേത്രങ്ങൾ പണിതു എന്നും വിശ്വസിക്കപ്പെടുന്നു. ത്രികുട പർവ്വതത്തിന് സമീപമുള്ള ഒരു മലയിൽ കാണുന്ന 5 പാറ രൂപങ്ങൾ പാണ്ഡവരുടെ പ്രതീകങ്ങളാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. വൈഷ്ണോദേവി ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യം പണ്ഡിറ്റ് ശ്രീധറിന്റെയും ഭൈരവ്നാഥിന്റെയും കഥയാണ്. ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് ത്രികൂട ഗ്രാമത്തിൽ ശ്രീധർ എന്ന ഒരു ഭക്തനായ ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. ദാരിദ്ര്യം കാരണം അദ്ദേഹത്തിന് ഭണ്ഡാര സദ്യ നടത്താൻ കഴിഞ്ഞില്ല. എന്നാൽ മാതാ വൈഷ്ണോദേവി ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ സഹായിക്കുകയും വലിയൊരു ഭണ്ഡാര നടത്താൻ സഹായിക്കുകയും ചെയ്തു. ആ സദ്യയിൽ ഭൈരവ്നാഥ് എന്നൊരു ദുർമന്ത്രവാദി പെൺകുട്ടിയെ കാണുകയും അവളുടെ സൗന്ദര്യത്തിൽ മോഹിതനായി പിന്തുടരുകയും ചെയ്തു. അവനിൽ നിന്ന് രക്ഷപ്പെടാനായി ദേവി ഗുഹകളിലൂടെയും മലകളിലൂടെയും ഓടി. യാത്രക്കിടെ ബഗംഗ നദിയുടെ തീരത്തുള്ള ഒരു സ്ഥലത്ത് ദേവി തലമുടി കഴുകുകയും ഒരു ഹനുമാൻ ക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് ഭൈരവനാഥിനെ തടയാൻ ഹനുമാനെ നിയോഗിച്ച് ദേവി 9 മാസം ഒരു ഗുഹയിൽ തപസ്സനുഷ്ഠിച്ചു. ഈ ഗുഹയാണ് ഇന്ന് അർദ്ധകുൻവാരി എന്നറിയപ്പെടുന്നത്. ഈ ഗുഹയിൽ പ്രവേശിക്കാൻ ഭൈരവനാഥ് ശ്രമിച്ചപ്പോൾ ദേവിക്ക് തന്റെ യഥാർത്ഥ രൂപമായ ദുർഗയായി മാറേണ്ടി വന്നു. ഒടുവിൽ ദേവി ഭൈരവനാഥിന്റെ ശിരസ് വാളുകൊണ്ട് ഛേദിച്ചു.
ശിരസ് വീണ സ്ഥലം പിന്നീട് ഭൈരവ് ഘാട്ടി എന്നറിയപ്പെട്ടു. മരണം അടുത്തെത്തിയപ്പോൾ ഭൈരവ്നാഥ് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ച് മാതാവിനോട് മോക്ഷം യാചിച്ചു. ദയാലുവായ ദേവി അദ്ദേഹത്തിന് മോക്ഷം നൽകി. ഭൈരവനാഥിന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്താതെ വൈഷ്ണോദേവി യാത്ര പൂർണ്ണമാകില്ലെന്നും ദേവി അനുഗ്രഹിച്ചു. ഈ ഐതിഹ്യം ഭക്തർക്ക് മാതാവിന്റെ കരുണയുടെയും നീതിയുടെയും സന്ദേശം നൽകുന്നു. മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം കത്ര പട്ടണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് 5200 അടി ഉയരത്തിലുള്ള ഗുഹാക്ഷേത്രത്തിലേക്ക് കാൽനടയായി യാത്ര ചെയ്യണം. ഈ കാൽനടയാത്ര ഭക്തിയും ആവേശവും നിറഞ്ഞതാണ്. ജയ് മാതാദി എന്ന മുദ്രാവാക്യം മുഴക്കി ലക്ഷക്കണക്കിന് ഭക്തരാണ് ദിവസവും ഈ ദുർഘടമായ പാതയിലൂടെ സഞ്ചരിക്കുന്നത്. ഈ യാത്രയിൽ പാതയോരങ്ങളിൽ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഭക്തിഗാനങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഭക്തർക്ക് കൂടുതൽ ഊർജവും ആത്മീയ പ്രചോദനവും നൽകുന്നു. ഭൈരവ്നാഥുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഈ തീർത്ഥാടനത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഡോളി സേവനങ്ങളും ഹെലികോപ്റ്റർ സേവനങ്ങളും ലഭ്യമാണ്. ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗുഹയ്ക്കുള്ളിൽ പ്രതിമകൾക്ക് പകരം 3 വിശുദ്ധ പിണ്ടികളെയാണ് ആരാധിക്കുന്നതെന്നതാണ്. ഈ പിണ്ടികൾ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരുടെ പ്രതീകങ്ങളാണ്. ഗുഹയുടെ പ്രവേശന കവാടം മുതൽ അകത്തേക്ക് ബഗംഗ നദിയിലെ തണുത്ത വെള്ളം ഒഴുകുന്നുണ്ട്. ഈ പുണ്യജലത്തിലാണ് ദേവിയുടെ പാദങ്ങൾ കഴുകുന്നത്. ഈ 3 പിണ്ടികളുടെ ദർശനം ഓരോ ഭക്തനും ഒരു ദിവ്യാനുഭവമായി കരുതുന്നു. 19-ാം നൂറ്റാണ്ടിൽ 1846-ൽ മഹാരാജ ഗുലാബ് സിംഗ് സ്ഥാപിച്ച ധർമാർത്ഥ് ട്രസ്റ്റിന്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം. എന്നാൽ 1986-ൽ അന്നത്തെ ജമ്മു കശ്മീർ ഗവർണർ ജഗ്മോഹൻ ക്ഷേത്രത്തിന്റെ ഭരണം ഒരു പ്രത്യേക ട്രസ്റ്റിന് കീഴിലാക്കി. ഇന്ന് ശ്രീ മാതാ വൈഷ്ണോദേവി ഷ്രൈൻ ബോർഡ് എന്ന സ്ഥാപനമാണ് ക്ഷേത്രത്തിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും ഭരണം നടത്തുന്നത്. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറാണ് ഈ ബോർഡിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. വിവിധ റിപ്പോർട്ടുകൾ അനുസരിച്ച് വൈഷ്ണോദേവി ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. പ്രതിവർഷം ലക്ഷക്കണക്കിന് ഭക്തർ കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനം ക്ഷേത്രത്തിന് നൽകുന്നു. 2000-2020 കാലഘട്ടത്തിൽ മാത്രം 1800 കിലോയിലധികം സ്വർണവും 4700 കിലോയിലധികം വെള്ളിയും 2000 കോടി രൂപയിലേറെയും സംഭാവനയായി ലഭിച്ചിട്ടുണ്ട്. നവരാത്രിയും ദീപാവലിയുമാണ് വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാന ഉത്സവങ്ങൾ. നവരാത്രി കാലത്ത് ദേവിയുടെ വിജയം ആഘോഷിക്കുന്നതിനായി ക്ഷേത്രം അതിമനോഹരമായി അലങ്കരിക്കുകയും പ്രത്യേക പൂജകൾ നടത്തുകയും ചെയ്യുന്നു. ഈ സമയങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം 1 കോടിയിലധികം എത്താൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ദീപാവലി ദിനത്തിൽ ദീപങ്ങൾ കൊണ്ട് ക്ഷേത്രം ദീപ്തമാക്കുകയും തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെ ഭക്തർ ആഘോഷിക്കുകയും ചെയ്യുന്നു. വൈഷ്ണോദേവിയിലേക്കുള്ള യാത്ര വെറുമൊരു തീർത്ഥാടനമല്ല, മറിച്ച് മനസ്സിനും ശരീരത്തിനും ആത്മീയമായ ഉണർവ് നൽകുന്ന ഒരു അനുഭവമാണ്. പ്രകൃതിയുടെ സൗന്ദര്യവും ആത്മീയ ഊർജവും ഒന്നുചേരുന്ന ഈ പുണ്യസ്ഥലം ഓരോ ഭക്തനെയും മാതാറാണിയുടെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു. കാലങ്ങളോളം പഴക്കമുള്ള ചരിത്രവും ഐതിഹ്യങ്ങളും ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യവും കൊണ്ട് മാതാ വൈഷ്ണോദേവി ക്ഷേത്രം ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിശ്വാസത്തിന്റെയും പരിവർത്തനത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു.